എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഷിനോ മാസ്റ്റർ ആളങ്ങനെ പവറായിട്ട് നിൽക്കുകയാണ്. ഉടനെ ബറൂട്ടോ ചോദിക്കും, മാസ്റ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാസ്റ്ററിനെ കാണുമ്പോ എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് കേട്ട് ഷിക്കടായി അവനിപ്പോ ബൊറൂട്ടോയുടെ തലയ്ക്ക് ഒരു കിഴുക്ക് വെച്ചു കൊടുക്കും. ഇങ്ങനെയാണോ മാസ്റ്ററുടെ അടുത്ത് സംസാരിക്കുക? ആദ്യം നമുക്ക് എല്ലാവർക്കും ഇന്നലെ ഉണ്ടായ പ്രശ്നത്തിന് മാസ്റ്ററിനോട് സോറി പറയാം. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ മീറ്റ്സുകി നിർബന്ധിക്കും. മീറ്റ്സുകി മാസ്റ്ററിനോട് സോറി പറ. ഉടനെ ഷിനോ മാസ്റ്ററുടെ ആറ്റിറ്റ്യൂഡ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ തുടങ്ങും. നിങ്ങളിപ്പോ എന്നോട് സോറി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് ആളിപ്പോ ആളുടെ ബോഡിയിൽ നിന്ന് ഇൻസെക്റ്റുകളെ റിലീസ് ചെയ്യും. ഞൊടിയിടയില് ഒരുപാട് ഇൻസെക്റ്റുകൾ പുറത്തേക്ക് വന്ന് ചോര തുളുമ്പി ആൾ അറിഞ്ഞം പുറഞ്ഞം നമ്മുടെ ചെക്കന്മാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മിറ്റ്സുകി നൈസായിട്ട് ഒരുപാട് കത്തികളൊക്കെ എറിഞ്ഞ് ആ ഇൻസെക്റ്റുകളെ തടയാൻ ശ്രമിക്കും. പക്ഷേ കത്തിയൊക്കെ ഷിനോ മാസ്റ്റർ ആളെന്തോ ഒരു പവർ ഉപയോഗിച്ച് ഒരു നെറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ലോക്ക് ചെയ്യാണ്. ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവും മാസ്റ്ററിന്റെ ബോഡിയിലും ആ കറുത്ത ഈവിൾ പവർ ഉണ്ടെന്ന്. മാസ്റ്റർ ആണെങ്കിൽ വലിയ വലിയ ഇൻസെക്റ്റുകളൊക്കെ ഉപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ എല്ലാ എബിലിറ്റിയും കഴിവും ഉപയോഗിച്ച് ക്ലാസ് ഒക്കെ തന്നു. പക്ഷെ നിങ്ങൾ എനിക്ക് പകരം തന്നത് ടെൻഷനും സ്ട്രെസ്സും മാത്രമാണ്. സോ നിങ്ങൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാസ്റ്റർ വീണ്ടും അറിഞ്ഞം അവരെ തല്ലാൻ തുടങ്ങും. ബൊറൂട്ടോ പറയും, അതേ ഈവിൾ സ്പിരിറ്റ് സ്റ്റീലിന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ നെഗറ്റീവ് സ്പിരിറ്റ് തന്നെയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ ഉള്ളത്. സോ നല്ല അടി കൊടുത്താൽ മാത്രമേ അത് വിട്ടുമാറൂന്ന് പറഞ്ഞ് ചാടി വന്ന് മാസ്റ്ററിനെ അടിക്കാൻ തുടങ്ങും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ അവരുടെ ഓരോ പഞ്ചും ആളുടെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് തട്ടിത്തെറിപ്പിക്കും. ഷിക്കടയാണെങ്കിൽ അവന്റെ ഷാഡോ ജിപ്സു അതുപയോഗിച്ച് സീൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഷിനോ മാസ്റ്റർ ആൾ പവർഫുൾ ആണ്. ആൾ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പോവും. ബൊറൂട്ടോ ആണെങ്കിൽ മാസ്റ്ററുടെ കാല് പിടിച്ച് വലിക്കും. പക്ഷെ അപ്പോഴേക്കും ആളുടെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ഇപ്പോ ബറൂട്ടോയെ മുഴുവനായിട്ടും റൗണ്ട് ചെയ്യാണ്. അപ്പം മിറ്റ്സുകി അവനാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനെ തന്നെ നോക്കി നിൽക്കും. അതിനുശേഷം അവന്റെ വിൻ സ്റ്റൈൽ ഉപയോഗിച്ച് വലിയൊരു കാറ്റ് അവിടേക്ക് ഊതാനായിട്ട് തുടങ്ങും. മിറ്റ്സുകി ഒരുപാട് കഷ്ടപ്പെട്ട് ബൊറൂട്ടോയെ മാത്രം ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതിനുശേഷം അവർ 3 പേരും ഉഷാറായിട്ട് ചാടി ഓടി ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ബൊറൂട്ടോ ടെൻഷനായിട്ട് ഇപ്പൊ അവരോട് പറയും, ഷിനോ മാസ്റ്ററുടെ പവർ അത് വളരെ കൂടുതലാണ്. അവളെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ആ ഈവിൾ സ്പിരിറ്റ് ആണ്. എന്റെ ബോഡിയിലെ പവർ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് അബ്സോർബ് ചെയ്യാൻ ശ്രമിച്ചു. മിറ്റ്സുകി, നീ കറക്റ്റ് ടൈമില് വിൻ സ്റ്റൈൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാനിപ്പോ ജീവനോട് കൂടി ഇരിക്കുന്നത്. അതിന് ഷിക്കട പറയും, എന്റെ പപ്പ ഷിനോ മാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ആ ഇൻസെക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആൾക്ക് ഭയങ്കര പവറാണ്. ഇപ്പൊ ആള് ജൂനിയർ ലെവൽ ഒരു ഷിനോബിയാണ്. നമ്മൾ 3 പേരും കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്താൽ പോലും ഷിനോ മാസ്റ്ററെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ബൊറൂട്ടോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും മാസ്റ്റേഴ്സിനോട് ഹെൽപ്പ് ചോദിച്ചാലോ? അതിന് മീറ്റ്സുകി, നീ എന്താ പറയണേ? നമ്മൾ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഓൺ ദ സ്പോട്ട് ഷിനോ മാസ്റ്റർ നമ്മളെ കണ്ടുപിടിച്ച് കൊന്നുകളയും. ആളുടെ ഇൻസെക്റ്റ് ഇവിടെ മുഴുവനും ഉണ്ട്. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇറൂക്ക സെൻസായെ കാണിക്കും. ഇറൂക്ക ആണെങ്കിൽ ആൻകോയോട് ചോദിക്കും, ഇത്ര നേരമായിട്ടും ഷിനോ സെൻസായെ കണ്ടില്ലല്ലോ, ആളെവിടെ പോയി? അതിന് ആൻകോ പറയും, ഷിനോ സെൻസായി കുട്ടികൾക്കൊരു പ്രത്യേക ലെസൺ പറഞ്ഞു കൊടുക്കാൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഉടനെ ഇറൂക്ക ആളിപ്പോ ഷിനോ സെൻസായി അവസാനമായി കണ്ടതും ആള് സ്ട്രെസ്ഡ് ആയിട്ടിരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോയും ടീമും അവരിപ്പോ കാട്ടിലൂടെ ഓടി മറ്റേതോ ഒരു ഭാഗത്തെത്തും. ബൊറൂട്ടോ അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യിലും കാലിലും ഒക്കെ എന്തൊക്കെയോ ഇൻസെക്റ്റുകളും അട്ടയൊക്കെ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവറ്റകളെ ഒന്നൊന്നായി പറിച്ചു കളയാൻ തുടങ്ങും. ഷിക്കടായി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും ഷിനോ സെൻസായുടെ ഇൻസെക്റ്റുകളല്ല. അവർ ശ്വാസം വലിച്ചു വിട്ട് ഇപ്പൊ മുൻപോട്ട് നടന്നു വരുമ്പോഴായിരിക്കും ഷിനോയും ആളുടെ ഇൻസെക്റ്റുകളും. ഷിക്കടായി ആണെങ്കിൽ ബൊറൂട്ടോ ഓടിക്കോ എന്ന് നിലവിളിക്കും. ബറൂട്ടോ ഓടുമ്പോഴേക്കും അവന്റെ പിന്നാലെ തന്നെ ആ ഇൻസെക്റ്റുകൾ വിടാതെ അവനെ പിന്തുടരും. ബൊറൂട്ടോ ഒരു പേപ്പർ ബോംബ് എടുത്ത് അതിൽ ചില ഇൻസെക്റ്റുകളെ കൊന്നുകളയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത മിറ്റ്സുകി അവനിതെല്ലാം കണ്ട് ഒരു മരത്തിന്റെ മുകളിൽ അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ബൊറൂട്ടോയും ഷിക്കടായും അവർ 2 പേരും ഇപ്പൊ ചാടിയോടി ഒരു വെള്ളം ക്രോസ് ചെയ്യും. വെള്ളം കാണുമ്പോ ഇൻസെക്റ്റുകളെല്ലാം അവിടെ സ്റ്റക്കായി നിൽക്കും. അതിനുശേഷം നമ്മുടെ ചെക്കന്മാര് വീണ്ടും ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറും. ഇൻസെക്റ്റുകളും വിട്ടുമാറാതെ അവരുടെ പിന്നാലെ തന്നെ വരും. ഷിനോയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സന്തോഷാവും. ഇവിടെ നമ്മുടെ ചെക്കന്മാര് അവരോടി ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക്
മീറ്റ്സുകി എത്തും. ബൊറൂട്ടോ ചോദിക്കും, ഇത്ര നേരവും ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഉടനെ മീറ്റ്സുകി അവനിപ്പോ ബൊറൂട്ടോട് ചോദിക്കും, നീ ഷിനോ മാസ്റ്റർ ബോഡിയിൽ എന്തെങ്കിലും കണ്ടോ? അതിന് ബൊറൂട്ടോ പറയും, അതെ ഞാൻ കണ്ടു. ഡെങ്കിയുടെ ബോഡിയിൽ, സ്റ്റീലിന്റെ ബോഡിയിൽ, കാർപെന്ററിന്റെ ബോഡിയിൽ, ഇപ്പൊ ഷിനോ മാസ്റ്ററുടെ ബോഡിയിൽ, അങ്ങനെ എല്ലാവരുടെ ബോഡിയിലും ഞാൻ ആ പവർ കണ്ടു. ഇവിടെ ഷിക്കഡായിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് പേടിയാവാൻ തുടങ്ങും. അവനിപ്പോ ബറൂട്ടോടെ കൈ പിടിക്കും. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഷിനോ മാസ്റ്റർ ആള് മുഴുവനായിട്ടും ചേഞ്ച് ആയിരിക്കുകയാണ്. മിറ്റ്സുകി പറയും, നമുക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി മാസ്റ്ററെ കൊന്നുകളയുക എന്നത് മാത്രമാണ്. അതിന് ഷിക്കഡായി പറയും, അയ്യോ വേണ്ട വേണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മള് ഷിനോ സെൻസയുടെ മൂവ്മെന്റ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഷിനോ സെൻസയുടെ പവർ അതിപ്പോ കുറെയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ആളുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാം. ഉടനെ ഷിക്കഡായി പറയും, എന്റെ കയ്യില് ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ അതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോള് അതാരെങ്കിലും ഒരാൾ ഏറ്റെടുക്കണം. ഷിക്കഡായി മീറ്റ്സുകിയോട് പറയും, മീറ്റ്സുകി നീയാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആള്. കാരണം നിനക്ക് ട്വിൻ സ്റ്റൈൽ പവർ ഉണ്ട്. മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞും ഒരുപാട് ചക്ര പവറൊക്കെ നിനക്ക് കൂടുതലല്ലേ? മിറ്റ്സുകി ആണെങ്കിൽ ഷിക്കഡായി നോക്കി നിൽക്കും. ഉടനെ ഷിക്കഡായി അവൻ മനസ്സിൽ പറയും, ബൊറൂട്ടോ ഒരുപക്ഷെ നിന്നെ കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷെ ഞാൻ നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഷിക്കഡയോട് പറയും, അവന് പറ്റില്ലെങ്കിൽ അവന് പകരക്കാരനായി ഞാൻ നിൽക്കാം. അതിന് ഷിക്കഡ പറയും, വേണ്ട വേണ്ട, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബൊറൂട്ടോ അവൻ തറപ്പിച്ചു പറയും, എന്റെ മാസ്റ്ററിനും എന്റെ കൂടെയുള്ളവർക്കും ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല. സോ ഞാൻ തന്നെ ഈ മിഷൻ ഏറ്റെടുക്കാം. അത് കേട്ട് മിറ്റ്സുകി അവൻ ബൊറൂട്ടോട് പറയും, നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തന്നിരിക്കും. പക്ഷെ ബൊറൂട്ടോ അവനോടും നീ ഇതില് ഇടപെടണ്ടെന്ന് തന്നെ പറയും. ഉടനെ മിറ്റ്സുകി അവനവന്റെ കൈ പിടിച്ച് പറയും, ഞാൻ ഉറപ്പായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്യും. നീ ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിനോ ആളാണെങ്കിൽ ആളുടെ ഫുൾ ഇൻസെക്റ്റുകളെ റിലീസ് ചെയ്ത് അങ്ങനെ ഹായ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഉടനെ അടുത്ത സെക്കൻഡ് ബറൂട്ടോ അവനിപ്പോ ഷിനോ മാസ്റ്റർ അടുത്തേക്ക് വരും. ബറൂട്ടോ പറയും, മാസ്റ്റർ ഒരു കാരണവശാലും ഈ ബ്ലാക്ക് ഷാഡോയ്ക്ക് ഞാൻ നിങ്ങളെ വിട്ടു കൊടുക്കില്ല. ആ ഒരു കൺട്രോളിൽ നിന്ന് നിങ്ങൾ ഞാൻ തിരികെ കൊണ്ടുവരുന്നു പറഞ്ഞ് അവൻ കത്തി ആൾക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ അവനാണെങ്കിൽ അവന്റെ നെറ്റ് പവർ അതുപയോഗിച്ച് ആ കത്തികളെല്ലാം തന്നെ ലോക്ക് ചെയ്യും. എന്നിട്ട് സിമ്പിളായി ആളുടെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ബൊറൂട്ടോയെ ലോക്ക് ചെയ്യും. പക്ഷെ അത് ബൊറൂട്ടോ അല്ല, ബൊറൂട്ടോ കുട്ടന്റെ വേറൊരു ക്ലൗണാണ്. ഷിനോ പറയും, ഇതൊക്കെ ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. നിന്റെ പപ്പയും ഇങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ഒരുപാട് ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്താണ് അവൻ ഫൈറ്റ് ചെയ്തിരുന്നത്. ഷിനോ അത് പറയുന്ന സമയം ബറൂട്ടോ അവൻ ഭൂമിക്കടിയിലൂടെ വന്ന് ഷിനോ മാസ്റ്ററുമായി പൊരിഞ്ഞ് അട്ടിയിട്ടി ബഹളം. ഷിക്കഡയാണെങ്കിൽ അവന്റെ ഷാഡോ പവർ അത് വെച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഷിനോ ആളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ആളുടെ ഷാഡോ പവർ ഉപയോഗിച്ച് ഷിക്കഡയെയും ബൊറൂട്ടോയെയും അവരെ രണ്ടുപേരെ ലോക്ക് ചെയ്ത് അങ്ങനെ പിടിക്കാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി മിറ്റ്സുക. അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഷിനോ പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. ഇപ്പൊ ഞാൻ ഇവർക്കുള്ള ലെസൺ അത് കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. മിറ്റ്സുകി അവനവന്റെ പവർ ഉപയോഗിച്ച് മാസ്റ്ററിനെ അങ്ങനെ ചുറ്റി വലിക്കാണ്. അതിനുശേഷം വെള്ളത്തിലേക്ക് പിടിച്ചു വലിക്കും. പക്ഷെ ഷിനോ ആണെങ്കിൽ തന്റെ പവർ വിട്ടുകൊടുക്കാതെ ഇൻസെക്റ്റുകളെ വെള്ളത്തിലേക്ക് ഇറക്കാൻ തുടങ്ങും. അതിനൊരു മറുപടിയായി മിറ്റ്സുകി അവൻ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ആ ഇൻസെക്റ്റുകളെ തകർക്കും. ആ ഒരു ലൈറ്റ്നിങ് പവറിൽ ആ ഡാർക്ക് എനർജി അത് പുറത്തേക്ക് പോകും. മിറ്റ്സുകി മാസ്റ്റർ ഷിനോയെ പുറത്തേക്ക് വലിച്ചെറിയും. പക്ഷെ എന്താ, അവൻ ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ അവന്റെ കൺട്രോൾ പോയി അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് പോവും. ഉടനെ ബൊറൂട്ടോ അവൻ വെള്ളത്തിലേക്ക് ചാടി വീണ് മിറ്റ്സുകയെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. പക്ഷെ കുറെ ദൂരം മുകളിലേക്ക് വരുമ്പോഴേക്കും ബൊറൂട്ടോയും പതിയെ തളരാൻ ആരംഭിക്കും. അപ്പോഴായിരിക്കും മാസ്റ്റർ ഷിനോ ആളാ കാഴ്ച കണ്ട് ഷോക്കായി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. അടുത്ത നിമിഷം വലിയൊരു ഇൻസെക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് അവര് 3 പേരും ഇപ്പൊ സേഫ് ആയിട്ട് പുറത്തേക്ക് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിനോ ആളിപ്പോ അവരോട് 3 പേരോടും മാപ്പ് പറയും. ഐ എം റിയലി സോറി, ആക്ച്വലി എന്നെ മറ്റാരോ കൺട്രോൾ ചെയ്യുകയായിരുന്നു. എനിക്കിനി ഒരു മാസ്റ്റർ ആയിട്ടിരിക്കാൻ യാതൊരു യോഗ്യതയില്ലാന്ന് പറഞ്ഞ് അവ കരയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുറേണ സെൻസായി ആളാണെങ്കിൽ അവരുടെ പഴയ ഫോട്ടോയൊക്കെ അങ്ങനെ എടുത്ത് നോക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഷിനോ അവൻ നറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയും. അവൻ നറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയും. ഷിക്കമരു പറയും,
എന്തോ ഒരു മിസ്റ്റീരിയസ് പവർ ഇപ്പൊ ഗ്രാമത്തിൽ മുഴുവൻ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടെത്തേണ്ടത് ആ പവർ അതെന്താണെന്നാണ്. അങ്ങനെ അവർ 3 പേരും ചേർന്ന് ആ ഒരു പവർ അത് കണ്ടെത്താൻ തീരുമാനിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും